ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിസങ്കീർണമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇസ്രയേൽ കടന്നു പോകുന്നത്. അവിടെ വിവിധ യുദ്ധങ്ങളിലും മറ്റും മരിച്ച സൈനികർക്ക് ആദരാഞ്ജലികളൊക്കെ അർപ്പിക്കാൻ കൂടിയ ദിവസം അന്ന് ആണ് ഈ കാട്ടുതീ അവിടെ വ്യാപകമായി പടർന്നത്. ഏതാണ്ട് 5000-ഓളം ഏക്കർ പ്രദേശത്താണ് കാട്ടുതീ പടർന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 3000 ഏക്കറോളം പൂർണ്ണമായി കത്തി നശിച്ചതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഇസ്രയേലിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. കാരണം രാജ്യത്തിന് പൂർണ്ണമായും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലാണ്. പല അന്തർദേശീയ രംഗത്തെ പല രാഷ്ട്രങ്ങളുടെയും രാജ്യാന്തര സഹായം ഇപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതാണ്ട് ഈ 12ഓളം വിമാനങ്ങളും 160ഓളം തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ സംഘങ്ങളും ഫയർ സംഘങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് നിരന്തരമായി തീ അണയ്ക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പൂർണ്ണമായി വിജയിക്കാനെന്ന് പറയാറായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കുറെ പ്രദേശങ്ങളിലൊക്കെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് 2010-ലായിരുന്നു. അന്ന് കർമ്മയിൽ ഫയർ ആയിരുന്നു. അതിൽ ഏകദേശം 40-44ഓളം ആളുകൾ വെന്ത് മരിച്ചുവെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വലിയ തോതിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകളില്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകളെ ആ പ്രദേശത്ത് നിന്ന് ഇപ്പോഴും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. തീ അണയ്ക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ട്രക്കുകൾ, അതുപോലെ തന്നെ 25 ലോഡ് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാമഗ്രികൾ നിക്ഷേപിച്ചു. വിവിധ തരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷൻസ് അത് ഇസ്രയേൽ ഈ പ്രദേശത്ത് ഈ അഗ്നിബാധ പ്രദേശത്ത് നിക്ഷേപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായി ആ രാജ്യം ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭ്യൂഹങ്ങളും പടരുന്നുണ്ട്. ഇത് കാൽനട യാത്രക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പ്രദേശവാസികളിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധയുടെ ഫലമായി ഉണ്ടായ ഒരു തീയാകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ബെഞ്ചമിൻ നെതന്യാഹു തുടക്കത്തിൽ പറഞ്ഞത് ഇതിൽ പാലസ്തീന്റെ ചില കൈകൾ സംശയിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് അത് നിഷേധിക്കുകയും അങ്ങനെയല്ല, ഇത് കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ അശ്രദ്ധ മൂലമോ ഒക്കെ സംഭവിച്ച കാര്യങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭീതിദായകമായ ചില നിമിഷങ്ങളാണ് ഈ ഫയറിലൂടെ അവിടെ കാട്ടുതീയിലൂടെ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട പല നിർണായകമായിട്ടുള്ള പാർക്കുകളും കത്തി നശിച്ചതായിട്ടുള്ള വാർത്തകളുണ്ട്. വെസ്റ്റ് ബാങ്ക് കാനഡ പാർക്കിന്റെ ഏകദേശം 75% കത്തി നശിച്ചതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും പ്രതികൂലമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ തീ ആളിപ്പടരുന്നതിനും അത് കാരണമായിട്ടുണ്ട്. ആദ്യം വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്കായിരുന്നു ഈ കാറ്റ് വീശിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ തീ വ്യാപിച്ചിരുന്നെങ്കിൽ, എന്നാൽ പെട്ടെന്ന് കാറ്റ് കിഴക്കേക്ക് മാറി വീശുകയും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നതിനായി കാരണമായി മാറുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും ഇസ്രയേൽ കഴിയുന്നത്ര പരമാവധി ഈ തീ നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അന്തർദേശീയ രംഗത്ത് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തൊക്കെ വരുന്ന റിപ്പോർട്ടുകളാണെങ്കിൽ കുറെയൊക്കെ സ്ഥലത്തെ തീ അണയ്ക്കുന്നത് അല്ലെങ്കിൽ തീ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഇപ്പോഴും സ്ഥിതി ആശങ്കാജനകമാണ്, ആശങ്കയോടെ തുടരുന്നു. ഈ കാറ്റും ഈ പറയുന്നത് പോലെയുള്ള പ്രതികൂല കാലാവസ്ഥയും പ്രത്യേകിച്ച് ശക്തമായ ചൂടുമൊക്കെ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും അത് കൂടുതൽ നാശങ്ങളിലേക്ക് വഴിതെളിക്കും എന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. മെസിലത്ത് സിയോൺ എന്ന് പറയുന്ന പ്രദേശത്താണ് ആദ്യം ഈ കാട്ടുതീ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ വന്നത്. എന്നാൽ പിന്നീട് ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള കാറ്റിന്റെ മാറിയും മറിഞ്ഞുള്ള ഗതികൾ, അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ, ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇസ്രയേലിനെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള വാർത്തകളാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ദേശീയപാതകളിലുള്ള ഗതാഗതം ഇതിനോടകം തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. കാരണം അത്രയേറെ വലിയ അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇസ്രയേൽ കടന്നു പോകുന്നത്. എന്നാൽ രസകരമായ മറ്റൊരു കാര്യം, രാജ്യം ഇത്രയേറെ പ്രശ്നങ്ങളിൽപ്പെട്ടു ഉഴലുമ്പോഴും കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ പാലസ്തീനെതിരെ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ 22ഓളം പേർ വധിക്കപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേൽ പലതരത്തിൽ ഒരേ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇസ്രയേൽ നിലനിൽക്കുന്നു. ഒരു വശത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, മറുവശത്ത് ആഭ്യന്തരമായി ഈ കാട്ടുതീ പടർന്നു പിടിച്ചത് ഇസ്രയേലിനെ ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ അന്തർദേശീയ രംഗത്ത് ഒരു തരത്തിലും പാലസ്തീനുമായി ഒരു തരത്തിലുള്ള സന്ധിക്കും പോകാതെ എത്രയും പെട്ടെന്ന് അവിടെയുള്ള ഹമാസ് ഭീകരവാദികളെയും പാകിസ്ഥാനിൽ വന്ന ഭീകരവാദികളെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ഈ ആക്രമണത്തിൽ ഇസ്രയേൽ എത്രത്തോളം വിജയിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ
ഇസ്രയേൽ എത്ര കണ്ട് വിജയമാർജിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ്. ഇസ്രയേൽ തങ്ങളുടേതായിട്ടുള്ള മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ടാണ് കാട്ടുതീയെ പ്രതിരോധിക്കുവാനും പാലസ്തീനെ ഇല്ലാതാക്കുവാനും ഹമാസിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കുക തന്നെ വേണം. പ്രദേശത്തുള്ള ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടത്താനിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പരിപാടികളെല്ലാം തന്നെ മിക്കവാറുള്ള പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു പല തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഈ പടർന്നു പിടിച്ച തീ ഇസ്രായേലിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. അവിടുത്തെ വനമേഖലയുടെ ഏതാണ്ട് 3000 ഏക്കർ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു മേഖലയാണ്. അവിടെ ഒന്നാകെ പടർന്നു പിടിച്ച തീ ഏതാണ്ട് 5000-ലധികം ഏക്കർ ഇതിനോടകം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. അതൊരു വലിയ നഷ്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പലരും ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുനീരാണ്. പ്രതികൂല കാലാവസ്ഥയും ഇപ്പോൾ ഇസ്രായേൽ നേരിടേണ്ടി വരുന്ന ഭീഷണിയും ഗാസയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിപരമായി തന്നെ ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഈ ഭീഷണി എന്ന് പറയുന്നത് ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുനീരാണെന്ന് ചില വിമർശകരെങ്കിലും പറയുന്നുണ്ട്. എന്തായാലും ഈ തരുണത്തിൽ ഇവയെല്ലാം ശക്തമായി നേരിടേണ്ടുന്ന ഒരു ബാധ്യത ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.